ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മൾ ഹോണ്ടയുടെ പഴയ മോഡൽ ആക്റ്റീവയാണ്. ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിതിപ്പോൾ കിടക്കുന്നത് ലൈനർ കമ്പനി ലൈനറാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട്. അപ്പോൾ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അടക്കി നമ്മൾ ഗ്രീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കണം കേട്ടോ. വലിയ പഴക്കമൊന്നുമായില്ല. അപ്പോൾ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്തിട്ടാണ്. ഇത് പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ്. അപ്പോൾ എയർ അടിച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതങ്ങനെ ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ ഓടിച്ച് നോക്കുമ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നമല്ല. നമുക്കതിനകത്ത് കംപ്ലയിൻറ്റ് കാണിക്കുന്ന ഈ വേരിയേറ്റർ ബോഡി ഉണ്ടല്ലോ, ഈ വേരിയേറ്റർ ബോഡിയുടെ ഈ ബോസ് ഡ്രൈവും ഇതും തമ്മിൽ ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, ഇപ്പോൾ മാറ്റണമെന്നില്ല. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും കൂടുതലായിട്ട് വരും. ഇപ്പോൾ നെക്സ്റ്റ് സർവീസിൽ അടുത്ത സർവീസിലൊക്കെ നോക്കിയിട്ട് കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ മാറ്റിയാലും മതി. ബെൻഡെക്സ് യൂണിറ്റിൻ്റെ സെൽഫ് മോട്ടോർ എന്ന കണക്ഷൻ തന്നെ ബെൻഡെക്സ് യൂണിറ്റാണ്. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും ഒക്കെ ഓക്കെയാണ്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മളൊന്ന് അഴിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അത്യാവശ്യം അതിൻ്റെ ഈ ഔട്ടറിലൊക്കെ ചെറിയൊരു തുരുമ്പിൻ്റേതായുള്ള പ്രസൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഉരച്ച് ക്ലീനാക്കി ഒന്ന് റീസെറ്റ് ചെയ്യാം. കിക്കർ വീലായാലും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിടാം. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ട്. ബെൽറ്റ് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ കമ്പനി ബെൽറ്റൊന്നും അല്ല. മിസ്തുഷി എന്ന് പറഞ്ഞിട്ട് ഒരു ലോക്കൽ ബ്രാൻഡാണ്. ഹോണ്ടയ്ക്ക് വന്നതല്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ ഈ ടോപ്പ് കവറിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓയിൽ ലീക്ക്. അപ്പോൾ അതൊന്ന് അഴിച്ചാൽ ഗ്യാസ്കറ്റ് ഒന്ന് മാറ്റിയിടാം കേട്ടോ. കാരണം ഞാൻ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് പെട്ടെന്ന് നമ്മുടെ കാഴ്ചയിൽ പെടില്ല. കാരണം എന്ന് വെച്ചാൽ ഓയിൽ അല്ലെങ്കിൽ ഒരുപാട് ലീക്കായിട്ട് താഴെ ചാടുമ്പോഴാണ് നമ്മൾ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ട സ്ഥിതിക്ക് അതുകൂടി ഒന്ന് മാറ്റിയിടാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ ബുഷ് സെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ട്. ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഓൾറെഡി പോയേക്കാണ്. അപ്പോൾ ബെയറിംഗ് സെറ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷേക്ക് അവിടെ മാറിക്കോളും. തന്നെയല്ല അത്യാവശ്യം നല്ല ടയറാണ് നമുക്ക് ഫ്രണ്ട് കിടക്കുക. അപ്പോൾ ബെയറിംഗ് ഒക്കെ പോയി കിടന്ന് ഓടാന്ന് പറയുമ്പോഴത്തേക്കും ടയറിനും ലൈഫ് കുറയും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഈ ബെയറിങ്ങിൻ്റെ ഔട്ടർ സീൽ ചെറിയൊരു ഇതുണ്ട്. കാരണം ബെയറിംഗ് ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ ഊരി പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് പഞ്ച് ചെയ്ത് കയറ്റിയിടാം. കാരണം ഞാൻ അത് ഒന്നുപോലെ നമ്മളല്ലെങ്കിൽ സ്ലീവ് ചെയ്യണം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതികളെ ഹബ്ബ് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് പഞ്ച് ചെയ്തിട്ട് പുതിയ ബെയറിങ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം, പ്രശ്നമില്ലാണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവ് ആണെങ്കിലും നല്ല ഹബ്ബേപ്പടി മാറ്റുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. ഹബ്ബൊക്കെ മാറ്റുമ്പോൾ 10,000 കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം നമുക്ക് ഈ പറഞ്ഞ രീതികളെ ആ ബെയറിങ് അഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഔട്ടർ പഞ്ചിങ് നടത്തിയിട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെയുള്ളത് നമ്മുടെ ഫ്രണ്ടിലെ ബുഷ് സെറ്റുകളാണ്. ബുഷ് സെറ്റ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലത്തെ കുഷ്യൻ ബുഷ് ഫുള്ള് പോയിട്ടുണ്ട്, അത്യാവശ്യം പ്ലേ ആയിട്ടുണ്ട്. ലിങ്കിൻ്റെ ആയാലും ഉള്ളിൽ തന്നെ കോളർ ബുഷ് നമുക്ക് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടാണെങ്കിൽ അത് നന്നായിരിക്കും. അതിൻ്റെ ഉള്ളിലത്തെ ഇത് എന്തെങ്കിലും മാറണം, ഗ്രീൻ ബുഷ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം കേട്ടോ. പിന്നെ സെൽഫ് വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയാണ് ശരിക്കും എൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. വോൾട്ട് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ 12.5 വോൾട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക, പോയതായിട്ടാണ് കാണിക്കുക. തന്നെയല്ല നമ്മൾ വേറൊരു ബാറ്ററി എടുത്ത് കണക്ട് ചെയ്തിട്ട് വേണ്ടി സെൽഫ് അടിക്കുന്ന സമയത്ത് സെൽഫ് വർക്ക് ചെയ്യണമുണ്ട് കേട്ടോ. അപ്പോൾ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നണില്ല. ബാറ്ററി ചാർജ് ചെയ്താലും ഫുൾ ചാർജ് ചെയ്ത് കയറ്റി വെച്ചാൽ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടിയേക്കാം. പക്ഷേ എന്നാൽ പോലും അത് കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം ടെസ്റ്റിൽ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ സ്പീഡോമീറ്റർ പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. അത് ഈ ഗിയർ സെറ്റാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്, സ്പീഡോമീറ്ററിൻ്റെ. അപ്പോൾ അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ മീറ്റർ വർക്കിംഗ് ആക്കിയിടാം. കാരണം വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ബേസിലാണ് നമുക്ക് വരാം. പിന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും ഒന്ന് അഴിച്ച് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഫിൽറ്ററും പ്ലഗൊക്കെ കൂടി ഒരുമിച്ചാണ് മാറ്റിയേക്കണത്. എയർ ഫിൽറ്ററും പ്ലഗ് നമുക്ക് ഒരു പ്രാവശ്യം മാറ്റി കഴിഞ്ഞാൽ അടുത്ത 10,000 കിലോമീറ്റർ നമുക്ക് കൂളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ പ്ലഗ് കൂടി മാറ്റിയാൽ മതി. അതേപോലെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല. ഓയിലും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലിടാം. ബാറ്ററിയുടെ ഭാഗം നമ്മൾ കൂട്ടണില്ല. ബാറ്ററി നമ്മൾ ചാർജ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ബാറ്ററി മാറ്റണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് ചാർജ് ചെയ്ത് നോക്കാം. പക്ഷേ സെൽഫ് അടിക്കുമെന്നൊരു ഉറപ്പൊന്നുമില്ല കേട്ടോ. കാരണം വേറൊരു ബാറ്ററി വെച്ച് നോക്കിയപ്പോൾ വർക്കിംഗ് ആണ്. പക്ഷേ ഈ ബാറ്ററി അത്ര സക്സസ് അല്ല കാണിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ നമ്മുടെ അതിനകത്ത് തന്നെ വാട്സാപ്പ് കാറ്റലോഗ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നമ്മുടെ ബാറ്ററിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പിന്നെ അതേപോലെ സർവീസ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസും അതിനകത്ത് ചെക്ക് ചെയ്താൽ അറിയാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ.